മഴ തന്നെ മഴയായിരുന്നു. മഴയൊന്ന് തോർന്നു. ഇപ്പോൾ കുറച്ച് 1 മണിക്കൂറായിട്ട് മഴയില്ല. പക്ഷേ ഞങ്ങളുടെ മുറ്റത്തെ വെള്ളം നിന്നിട്ടില്ല. ഇത് കണ്ടോ, ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇങ്ങനെ പോയി ദേ പോന്നു. മേളിൽ നിന്ന് ഒലിച്ചു വരുമല്ല ഇത്. ഇവിടെ ഇരുന്ന് തുണി അലക്കാൻ തോന്നും. പോകിടൂ ഇടൂ, നമ്മളെവിടെ പോവാ പറ. ഞങ്ങൾ ഇവിടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, മരിയ ഭവന്. നമ്മളവിടെ പോവാണ്. എന്തിനാ പോകുന്നതെന്ന് പറയാം. നമസ്കാരം. മഴയൊന്ന് തോർന്ന് നിൽക്കുവാണ്. വെള്ളം നിന്നിട്ടില്ല, മഴ തോർന്നു. എനിക്ക് എൻ്റെ തോളൊന്ന് ഇടിച്ച് ഭയങ്കര വേദന. ഒന്ന് വെള്ളമെല്ലാം ഒന്ന് സെറ്റായി വന്നാൽ ഷെഡിൻ്റെ അവസ്ഥ നോക്കി. ഇവിടെ അങ്ങ് ഇടിഞ്ഞതാന്ന്. വെള്ളം വരുന്നുണ്ടോ? എന്താവും എന്തോ. എടാ, ഈ ലൂക്ക എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ലൂക്ക 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 ഇവിടെ കാട്ടുപോത്തെ. പോത്തിൻ്റെ എത്രയുണ്ട് സാധനം. ചെളിയിലങ്ങ് ചാടി ആഘോഷിച്ച്. ഹലോ, ഞാൻ ഓർത്ത് ഉറങ്ങിപ്പോയെന്ന്. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇപ്പോഴാണ് വന്നത്. സമയം 3:30 ആയപ്പോഴാണ്. പട്ടിക്ക് ചോറ് വെക്കാൻ തന്നെ ഇന്ന് തുടങ്ങി. ഒരു പരിപാടി നടന്നില്ല രാവിലെ. ഇതിപ്പോൾ ഇങ്ങ് കഴിയും. പെണ്ണുപിടിയാ, എന്താണ് നിന്റെ ഉദ്ദേശം? അവളൊന്ന് പെറ്റ് ഫ്രീ ആയതേ ഉള്ളൂ. മറ്റവർക്കൊക്കെ നെറ്റ് കെട്ടി കൊടുത്തേക്കും കേട്ടോ, ചുറ്റിനും വെള്ളം വീഴാതെ ചുറ്റിനും നെറ്റ് കെട്ടി കൊടുത്തേക്കുക. അക്കാള് വന്നല്ലോ. അക്കാള് എടാ കട്ടിലോട്ട് 2 കൈയും വെച്ച് എൻ്റെ മുഖത്ത് നോക്കി ഇന്ന് കൂവുക. അപ്പോൾ ചേച്ചി മക്കൾക്ക് എന്താ ബിസ്ക്കറ്റ് വേണമെന്ന്. അങ്ങനെ ബിസ്ക്കറ്റും മേടിച്ച് തിന്ന്. എൻ്റെ പൊന്നിന് എന്തുവാ വേണ്ടേ? ഇപ്പം ജാനു ദേഷ്യം വരുവേ. അല്ല, ജാനു എന്തിനാ കയറി വന്നേ? എന്തുവാ എന്റെ പാത്തു? നൈസായിട്ട് അവളെ വളയ്ക്കാൻ നോക്കുക. ഇത് എൻ്റെ ദൈവമേ, ഈ പാത്തുവിൻ്റെ പുറകിലത്തെ മണ്ണ് കണ്ട കുഞ്ഞ. പാത്തുവിനെ കുളിപ്പിക്കണം ഇപ്പം. കുഞ്ഞ കടി 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 ഇപ്പം കടിക്കും. പാത്തുവിന് ഇപ്പം കിട്ടും. അവള് സ്വസ്ഥമായിട്ട് അവിടെ കിടന്നോട്ടെ. പാത്തു കടിക്കാൻ പോയതാ. ഇല്ല, എന്തുവാ ഇറങ്ങി പോവാം. വാ, കൈയും കാലൊക്കെ കഴുകണം. വാ ജാൻമണി, അമ്മൻ്റെ ജാൻമണിയാണ് ഇത്. എൻ്റെ പാത്തു, പാത്തുവേ ഓട് മോളെയാണോ? ആണോ? ആ പാത്തു
മഴ ചാറി തുടങ്ങി. പാത്തൂന് എന്തോ ആവശ്യമുണ്ട് കേട്ടോ. ആ വണ്ടിയെ പാനാടാ. ആശുപത്രിയിൽ പോകുന്ന കഥ പറഞ്ഞില്ലേ, അതിപ്പോൾ അടച്ചില്ല, ഇപ്പോൾ വണ്ടിക്കകത്ത് കയറും. എനിക്ക് ഓടാൻ വയ്യ, ഓടിയാ ഞാൻ വീഴുമെന്നുള്ള ഉറപ്പാ. അവൾ കണ്ടില്ല ഡോറ് തുറന്ന് കിടക്കുന്നത്. കണ്ടു, കയറി. പാത്തു പാത്തു പോളെ പോണോ മോക്ക്? ടാറ്റ പോണോ? ടാറ്റ പോണോ? പാത്തുവിന് കൊണ്ടുപോകത്തില്ല. ചായ. അപ്പോളേ നമ്മുടെ അടുക്കള ചിമ്മിനി പണ്ടത്തെ വീടിൻ്റെ ചിമ്മിനി തന്നെയാണേ. അപ്പോൾ അത് നേരത്തെ തൊട്ടിങ്ങനെ മണ്ണ് പൊട്ടി പൊട്ടി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ടാർപ്പയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് ആ ടാർപ്പയും കൂടെ പറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യുമ്പോൾ അടുക്കള വെള്ളം കുത്തൊഴുക്ക് പോലെയാണ് ചിമ്മിനി വഴി വരുന്നത്. അതിന് കുഞ്ഞാവെ അത് വീണ്ടും ടാർപ്പ ഇടാൻ വേണ്ടിയിട്ട് വന്ന കുഞ്ഞാ ചായ. നീ ഇപ്പം എവിടെ നിന്ന് വന്നടാ മരഭൂതമേ? മരഭൂതമേ, ഇതെല്ലാം ഇവൻ പെരപ്പുറത്ത് വരുമ്പോൾ കൊണ്ടിരുന്ന ഈ കിടക്കുന്ന ചെരുപ്പും ചാക്കും എല്ലാം ഇവൻ്റെ സമ്പാദ്യമാണ്. അവിടെ കുഴി വെള്ളം ഇങ്ങനെ കെട്ടി നീ. ടാർപ്പയ്ക്ക് ഹോളില്ല, കുഴപ്പമില്ലല്ലോ. ചായ കുടി. ആ ഷീറ്റ് അടിക്കാം. കത്തമ്മ കത്തമ്മ. പുകയില്ലാത്തടുപ്പ്. എല്ലാം ചെയ്യണം. കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞാ ഇതിനെ ഇന്ന് കുളിപ്പിക്കണം കേട്ടോ. അവളെ വെള്ളത്തിൽ ഇറക്കണ്ട, സുന്ദരിയാക്കി എടുക്കണം. എൻ്റെ കുട്ടുവാവ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും അവൻ്റെ പഴയ വീഡിയോയിൽ ആൾക്കാർ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ അവൻ പോയ കാര്യം ആർക്കും അറിയത്തില്ല. അതറിയാത്ത കുറേ പേരുണ്ട് ഇപ്പോഴേ. പണ്ട് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ പിന്നെ കുറേ നാൾ കാണാത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അന്വേഷിക്കും കുട്ടുവാവനെ പറ്റി. കുട്ടുവാവെ കണ്ടിട്ട് ചാനൽ കണ്ടു തുടങ്ങിയ കുറേ പേരുണ്ട്. ലൂക്കേൻ്റെ കൂടെ അല്ലായിരുന്നോ? അവൻ എന്ത് പാവമായിരുന്നല്ലേ. എല്ലാം കെട്ടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വെള്ളം വീഴാതിരിക്കാൻ ഓടെടുത്ത് കമത്തി അടി കൂടെ വെക്കും കേട്ടോ. ഇച്ചിരി പൊക്കി വെക്കും. പറന്നു പോകണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്താ പറ്റി ഉമ്മച്ച? ലൂക്കായെ കണ്ട് പേടിച്ചാണേ. പേടിച്ച് സ്റ്റെപ്പ് കയറാൻ പേടിയാ. പെട്ടടാ നീ പെട്ട്. അവനവിടെ കിടന്നോണ്ടോളാം. അവിടെ അവനെ കുളിപ്പിക്കണോടാ. ഇനി വാ, പതുക്കെ ഓടിക്കോ. ഇല്ല, കൊണ്ടുപോകൂല. കാറ് ബാക്കിലോട്ട് കൊണ്ടിട്ടതാ മോളെ. ഇതാരായത്? അപ്പിന്റെ കോക്കാച്ചിയാ? എല്ലാം കൂടെ അങ്ങോട്ടാ. ഞങ്ങൾ പോത്തിനെ കഴിക്കാൻ താഴോട്ട് പോവാ. ഇതെല്ലാം കൂടെ എവിടെ പോകുന്ന അറിയത്തില്ല. നീ എവിടെ പോടാ? വെള്ളച്ചാട്ടത്തിലല്ലേ ഞങ്ങൾ പോകുന്നത്. എടാ അവനെ കയറ്റി വിടറാ ലൂക്കായെ. വേണ്ട അവനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പോത്തിനെ ഇവനെ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഓടിച്ചു വിട്ടേ. ഇല്ല, ബാത്തുവിനെ കൊണ്ടുപോകത്തില്ല. എടാ നീ ഇറങ്ങിയോ ഉമ്മച്ചാ? ലൂക്ക ഇപ്പഴാ കേട്ടോ കണ്ടേ. കയറി പൊക്കോ ലൂക്ക, കയറി പോടാ. അടി കിട്ടും.
അടി കിട്ടും. പാലൊന്നും താക്കണ്ട, കയറിപ്പോ. പെട്ടു 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 ഉമ്മച്ചപ്പെട്ട്. പാത്തു ഉള്ളോണ്ടാവും ധൈര്യം. ആ കിടുവിന്റെ പുറകിലാ ലൂക്ക ഒളിച്ചിരിക്കുന്നത്. എല്ലാം കിടുവിന്റെ പുറകിലാ ഒളിച്ചിരിക്കുന്നത്. പാത്തുന്ന് മുങ്ങാനുള്ള പണിയാ ചിന്നു. പാത്തു ഒന്ന് ഓർത്തല കിടക്കുന്ന നോക്കിയേ. അടി കിട്ടിയിട്ടില്ലാത്തോണ്ട് പാത്തുവിന് അടിയുടെ വേദനയൊന്നും അറിയത്തില്ല. വിഷമിച്ചിരിക്കുക. കയറിപ്പോ. എന്റെ പുറകിൽ ഒളിക്കണ്ട. അവളെ കുഞ്ഞാ വഴക്ക് പറഞ്ഞെന്ന് നോക്കിയേ. എന്റെ പുറകിൽ ഒളിച്ചു വരുന്നേ. അപ്പോ ഒരു സാരമില്ല. അടി കിട്ടുമ്പോ കിടു പുറകെ വരുന്ന പോലെ. പോത്തന്മാർ മഴ തുടങ്ങിയ പിന്നെ നല്ലോണം അങ്ങ് ക്ഷീണിച്ചു. ഒരെണ്ണം പറിച്ചു നോക്കി. ഇത് കൂർക്ക ഉണ്ടോ? ഇതെല്ലാം കൂർക്ക നട്ടേക്കുന്ന കേട്ടോ. പനിക്കൂർക്കല്ല മോനെ. ഓരോ മുട്ടിനും ഇത് പൊട്ടിക്കളിക്കും. മണ്ണി നട്ടാലാണ് കൂടുതൽ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ എല്ലാം തോരൻ വെക്കുവാ. ആദ്യമായിട്ടോ ഇവിടെ കൂർക്ക. വേണ്ടടാ, പതുക്കെ വരുന്നുണ്ടോ. ഇവര് കൂട്ടായോ? മുച്ചിന് പേടിയുണ്ട്. അത് ഒരാൾ പുറകെ പണി വെട്ടാൻ പോയതേ. ചിന്നു മുങ്ങാൻ വേണ്ടി റെഡി. ചിന്നു നീ വന്നാ നാനയും കേട്ടോ. നീ ഇറങ്ങടാ ആദ്യം. ചിന്നു കണ്ണു വെട്ടിക്കുന്നു. കണ്ണു വെട്ടിച്ച് ചാടുന്ന കണ്ടോണേ. ഞാൻ പോകുന്ന ഗ്യാപ്പിൽ അവള് ചാടും. ഞാൻ പറഞ്ഞില്ലേ, മിസൈല് പോലെയാ പോകുന്നത്. എന്തിനാ നിനക്ക് പൂ? എന്തിനാ? ചാച്ചാജിക്ക് കൊണ്ടുപോകാൻ. ഇപ്പളെ പൂ കുറച്ച് വെച്ചേക്കോ അവൻ. ഹായ് കുഞ്ഞാന്ന് വിളിച്ച കുഞ്ഞാ. അച്ചാച്ചനെ അങ്ങ് ബോധിച്ച്. കിടുവാ. നാട്ടിലെ വെള്ളം ഒന്ന് വേണ്ട. ഇത് കണ്ടോ, ആ കൊമ്പത്തൊക്കെ തുണികൾ കയറിയിരിക്കുന്നുണ്ടോ? കൊമ്പത്തൊക്കെ എല്ലാം വെള്ളം കയറിയപ്പോൾ വന്നിരിക്കുന്ന തുണികളും പ്ലാസ്റ്റിക്കും ഒക്കെയാണ്. ഇപ്പോൾ ഒന്ന് താന്നു വെള്ളം. മഴയ്ക്കൊരു കുറവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ റോഡിൽ സൈഡിലാണ് പശുവിനെ അല്ല പോത്തിനെ കിട്ടിയേക്കുന്നത്. 2 4 നമ്മുടെ പറമ്പിൽ കൂടെ അഴിഞ്ഞ് കിടപ്പുണ്ട്. അയച്ചു വിട്ടേക്കുന്ന. വേലിയുള്ളതുകൊണ്ടെങ്കിലും പോകത്തില്ലല്ലോ. അപ്പോൾ ഇവരെ അയച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോവുക. നല്ല മഴക്കോള് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇന്ന് പെയ്യാൻ സാധ്യതയുണ്ട്. അഴുക്ക ചെറുക്കൻ മോനെ. ഇതാണ് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം. മൊത്തന്മാർ ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുവാണോ? അച്ചാച്ചി എന്തോ പഠിപ്പിച്ചു തന്നേ? ആണോ? പേടിയൊന്നുമില്ല. എൻ്റെ മോൻ എടുക്കണമെന്ന് എനിക്കറിയാലോ. ആ ഡാൻസ് ആയി ആയി. അയച്ചോണ്ട് പോവാം മോനെ. നമുക്ക് അവിടെ കൊണ്ട് തീറ്റിക്കാം. കൂടെ നടന്ന് ഇച്ചിരി നേരം നമുക്ക് പറമ്പിൽ തീറ്റിക്കാം. ആ കാരെ പിടിച്ചോണ്ട് പോകുന്നില്ല നീ? തിന്നോ തിന്നോ. ഞാനിവിടെ നിൽക്കാം കുറച്ച് നേരം. കുടിവെള്ളം കൊണ്ടുവന്നുണ്ടോ? നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇന്ന് തകർത്തിപ്പോൾ പെയ്യും കേട്ടോ. മഴക്കോളുണ്ട്. ഹോയ് ഹോയ്.
ഒരു കാറ്റാ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോണേ. അപ്പയുടെ ഫോൺ ഇങ്ങനെ ഒന്ന് പിടിച്ചു തരണേ. അപ്പയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ. ഉമ്മച്ച ഒന്ന് മാറിക്കോ ഉമ്മച്ച. ആ അങ്ങനെ പിടിക്കണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാം. ആരും ഇടയ്ക്കൊന്നും പറയല്ല, എനിക്കൊരു വീഡിയോ അത്യാവശ്യം എടുക്കാനുണ്ട്. അടങ്ങിയിരുന്നേ. ഇത് പിടിച്ചതാ, ഇങ്ങനെ രണ്ടും ഇങ്ങോട്ട് പിടിച്ചതാ. അങ്ങനെ പിടിച്ചു തരണേ. അപ്പയുടെ സെൽഫി വീഡിയോ എടുക്കുവാണ്. അമ്മനൊന്ന് പിടിച്ചു തരണേ. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് ഒരാളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇച്ചിരി കുടുത്തൊക്കെ എടുക്കേണ്ട. ആളുടെ പേര് ഭഗത്ത് എന്നാണ്. കിടു എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആളൊരു സുന്ദരനാണ്, മിടുക്കനാണ്. പോടാ. ആരെപ്പറ്റി ഞാൻ പറയുന്നേ? ആരെപ്പറ്റിയാ പറയണ്ടേ? ആരാ ചെറുക്കൻ? അയ്യാ അതൊക്കെ ചെറുക്കനല്ലേ, ഞാൻ സുന്ദരൻ ചെറുക്കൻ്റെ കാര്യമല്ലേ പറഞ്ഞേ. നിന്റെ കണ്ണി കൊണ്ട് തൂക്കല്ലേ? എന്നെ ശുശ്രൂഷിക്കും മോനെ. ഇതിങ്ങനെ വാരി പൊത്തുന്ന സാധനമല്ലടാ. അപ്പയ്ക്ക് വയ്യേ, ഞാൻ വിക്സ് കൊണ്ടുതരാം. വിക്സ് എന്നിട്ട് വയ്ക്കാം. അപ്പം തലയ്ക്ക് മറ്റേ വിക്സ് മുട്ടായിയാണോ അല്ലാത്ത വിക്സാണോ വേണ്ടത്? അച്ഛ കിടപ്പോടാ. അന്നാണ് ഈ മലപ്പുറത്ത് പോയി. അപ്പൊ അച്ഛൻ എന്ത് ഇത്ര നേരം നീ കണ്ടില്ലല്ലോ? അച്ഛൻ മലപ്പുറത്ത് പോയി. അമ്മൂനെ കൊണ്ട് വരാൻ പോയാ. അറിയത്തില്ല നാളെയാണോ മറ്റന്നാളാണോ, പക്ഷെ നാളെ അവധിയാ. എന്നാ വിക്സിലൊന്ന് എടുക്കുവാണോ? അത് അടച്ചു വിക്സ്. എടാ അത്രവേ തേക്കാവൂ. അയ്യോ അങ്ങനെ തേക്കുന്ന നല്ലത്. അയ്യോ അവിടെ മുഖത്തൊന്നും തേക്കുന്ന നല്ലത്. ആ മതിയോട് പിന്നെ അതിനിട്ട് കുത്തുവാന്നോ? അടപ്പന്തി. ഓ ഇപ്പൊ സ്നേഹിക്കാൻ പറ്റുന്നതാ. ഇനി ഉമ്മയും കൊണ്ടുവന്നോ നിന്റെ കണ്ണൻ നീറും. അതുകൊണ്ട് സ്നേഹിക്കാൻ. ഭയങ്കര മഴ കാരണം ഞാനതൊന്നും അറിയാതെ പറഞ്ഞു പോയി. അപ്പോഴേക്ക് തലവേദനിക്കുന്നതൊരു സംശയം ഉണ്ടടാ. അപ്പം തുടങ്ങിയപ്പോൾ സൂക്ഷിച്ച മഴ കേട്ടാ. മഴയുടെ വെച്ച എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നേരം വെളുത്തു. എൻ്റെ മോഹം കണ്ടു ഇവിടെ. എല്ലാം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അതായത് ഇവിടെ ഈ അറ്റയില്ലേ മോണ, അതായത് പല്ല് തീരത്തില്ലേ, പല്ല് തീർന്നു കഴിഞ്ഞുള്ള ഭാഗമില്ലേ ജോയില്, അവിടെ ഈ നമുക്ക് പല്ലൊക്കെ വരുമ്പോൾ ഒരു വേദനയില്ലേ, അതുപോലെയാണ് തുടങ്ങിയത്. നാക്കം കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നമ്മൾ ഈ പല്ല് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കൊച്ചിലൊക്കെ പല്ല് പറയുമ്പോൾ തൊടുമ്പോൾ ഇങ്ങനെ ഇരിക്കൂലേ, അതുപോലെ ഇരിക്കുക. പല്ലിലല്ല, പല്ല് കഴിഞ്ഞുള്ള ഭാഗത്ത്. പക്ഷെ അത് കാരണം വാ ഒന്ന് തുറന്ന് എന്തെങ്കിലും കഴിക്കാനോ ചവയ്ക്കാനോ ഉമിനീരിറക്കാനോ ഒന്നും ഭയങ്കര വേദന. സഹിക്കാൻ പറ്റുന്നില്ല. രാത്രി ഒരു ശകലം പോലും ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല വേദന കൊണ്ട്. പല്ലിൻ്റെ വേദനയില്ല, പക്ഷെ പല്ല് കഴിഞ്ഞുള്ള മോണൽ ഇവിടെ ആയിട്ടപ്പോൾ അത് കാരണം ഈ എല്ലിന് മൊത്തം വേദന. എന്തോ ചെയ്യുന്ന അറിയത്തില്ല, ഭയങ്കര വിഷമമാകുന്നു. രാവിലെ വെയിലാണോ മഴയ്ക്കാണോ എന്ന് അറിയത്തില്ല. ഇന്നലെയും രാവിലെ ഇതുപോലെ വെയിലായിരുന്നു, അത് കഴിഞ്ഞാണ് മഴ തുടങ്ങിയത്. എന്തായാലും പണിക്കിറങ്ങാൻ പോകും. ഒത്തിരി തുണി. അപ്പോൾ 2-3 ദിവസം ഈ മഴയും കാര്യങ്ങളും അതിൻ്റെ പിന്നാലെയൊക്കെ ആയതുകൊണ്ട് കുറേ തുണി കഴുകാനുണ്ട്. ഇവിടെ മൊത്തം വാരി വലിച്ചിട്ടേക്കുക, എല്ലാം വൃത്തിയാക്കണം. ഒത്തിരി പണികളുണ്ട്. ടാറ്റ. മഴ ഇനി പെയ്യുമോ എന്നറിയത്തില്ല. മെസ്സേജ് കിടപ്പുണ്ട്, അടുത്ത 24 മണിക്കൂറത്തേക്ക് ശക്തമായ മഴ പെയ്യുമോ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നോക്കാം. ഞാൻ എന്തായാലും എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മളെപ്പറ്റി അന്വേഷിക്കുന്ന, നമ്മളെ വിളിച്ചന്വേഷിക്കുന്ന, കമൻറ്റിട്ട് അന്വേഷിക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.
അടിച്ചു വാരിക്കൊണ്ടിരിക്കുമായിരുന്നു മഴ. നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്.